ഹായ് ഫ്രണ്ട്സ്, രാംലാൽ വീസിൻ്റെ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഹായ്, നിങ്ങളെൻ്റെ തമ്പനയിലും കണ്ടുണ്ടാവും, ഇതിൻ്റെ ഉൾപ്പെടെയുള്ള ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങളുണ്ടാവും. സാധാരണ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസുമായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഞാൻ പലരുടെ വീഡിയോസും പോയി കാണുമ്പോഴേ എനിക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ അവർക്ക് പലപ്പോഴും ഉണ്ട്, പലരുടെ വീഡിയോസും കാണുമ്പോഴുണ്ട്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ വീഡിയോയിൽ വന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഞാനത് പറയുന്നത്. ഒന്നത്തെ കാര്യം, വീഡിയോ സ്റ്റെബിലൈസിങ് എന്ന് പറഞ്ഞാൽ വീഡിയോയുടെ ചാട്ടം നിർത്തുക. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റെബിലൈസിങ്. എൻ്റെ കൈ ചെറുതായിട്ട് ഷിവർ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ പൂരം ബ്ലോഗൊക്കെ പോലത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ തുടക്കകാലത്തെ വീഡിയോസ് കണ്ടാൽ നമുക്കറിയാം, കിടന്ന് ചാട്ടവും ഒക്കെയാണ്. പിന്നെ അത് പലരുടെയും ചോദിച്ചും യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യുകയാണ് ഞാനത് കണ്ടത്. അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. നമ്മുടെ ഒരു ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ അത് സിമ്പിളായിട്ട് ചെയ്യാം എന്ന് എനിക്ക് പിന്നീട് ഒരു കുറച്ച് കാലം ശേഷമാണ് മനസ്സിലായത്. ഇപ്പോൾ അത് നോക്കുമ്പോൾ പലർക്കും അതറിയുന്നില്ല. അറിയാത്തതുകൊണ്ടാണ് പലരും അങ്ങനെ പലരുടെ വീഡിയോസും വളരെ അങ്ങനെ ചാട്ടമൊക്കെ കാണുന്നുണ്ട്. അതും കുറേ വർഷങ്ങളായിട്ട് യൂട്യൂബിൽ ചാനലുള്ളവരുണ്ട്, പുതിയ തുടങ്ങിയവർക്കുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ പറയുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷെ നമുക്ക് അറിയാത്തതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ കാര്യം നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പലരും ഇൻഷോട്ട് എന്ന് പറഞ്ഞ വീഡിയോ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ 2-3 തരം ആപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാനത്തെ എല്ലാ വർക്കും ഞാൻ ഇൻഷോട്ടിലാണ് ചെയ്യുന്നത്. അതിപ്പോൾ അതിൽ ഫ്രീ ആയിട്ട് ചെയ്യണ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ, പലരും ഇൻഷോട്ട് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ വാട്ടർ മാർക്ക് പല വീഡിയോസിനും കാണും. നല്ല അടിപൊളി വീഡിയോസാണ്, നല്ല കണ്ടൻറ്റുള്ള വീഡിയോസ് ആയിരിക്കും, നല്ല ക്യാമറ, നല്ല പ്രസൻറ്റേഷൻ എല്ലാം സൂപ്പറായിരിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അവസാനം ചെറിയ കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യുന്ന പോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവസാനം നമ്മളെ കുട്ടികളുടെ മുഖത്തൊരു ചെറിയൊരു കൺമഷനുണ്ട്, ഒരു പൊട്ട് കുത്തും, കണ്ണ് പറ്റാണ്ടിരിക്കുക. അതേപോലെയാണ് പലരുടെ വീഡിയോസൊക്കെ നമുക്ക് ഇപ്പം കാണുമ്പോൾ അവസാനം അതിൻ്റെ ഇടയിൽ ഒരു വാട്ടർ മാർക്ക് ഉണ്ടാവും, ഇൻഷോട്ട് എന്നുള്ളൊരു വാട്ടർ മാർക്ക്. അത് നമുക്ക് സിമ്പിളായിട്ട് കളയാവുന്നതുള്ളൂ. സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് സിമ്പിൾ, അല്ലാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഇൻഷോട്ട് എന്നുള്ളത് എങ്ങനെ വാട്ടർ മാർക്ക് കളയാൻ, രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ സ്ക്രീൻഷോട്ട് വഴിയാണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കാണുമ്പോൾ അത് ലാൻഡ്സ്കേപ്പ് മോഡിൽ വീഡിയോസ് ഇട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കാണുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലോസറായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈലിലെ ആ ഗൂഗിളൊന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഫോട്ടോസ് എന്നുകൊണ്ടൊരു ഇതുണ്ട്, ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോട്ടോസ് പലരുടെ മൊബൈലിൽ ചിലപ്പോൾ ഒറ്റയ്ക്കായിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയോളൂ. ചിലവരെ ഗൂഗിളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും, ചിലവരുടെ ഒറ്റയ്ക്കായിട്ട് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. പുതിയ വേർഷനായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്യുക ആദ്യം. അപ്പോൾ നമ്മൾ ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്തു. ആ ഗൂഗിൾ ഫോട്ടോസ് തുറന്നു കേട്ടോ. തുറന്നിട്ട് അതിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ചിഹ്നം കാണാം, ലൈബ്രറി എന്ന് പറഞ്ഞിട്ട്. ആ ലൈബ്രറി നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഏത് വീഡിയോ ആണോ എഡിറ്റ് ചെയ്യാനുള്ളത് ആ വീഡിയോയും സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 13 സെക്കൻഡുള്ള വീഡിയോ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കണ്ട നിങ്ങൾ അതിൻ്റെ ഒരു ജർക്കിങ് കണ്ട, ഇതിപ്പോൾ ഞാൻ എൻ്റെ ഉത്സവത്തിന് എടുത്തൊരു വീഡിയോ ആണ്. നല്ല ജർക്കിങ് ഉണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടറിയാം. വീഡിയോ കണ്ടാൽ നോക്കട്ടെ, നിങ്ങൾക്ക് നല്ല ജർക്കിങ് ഉണ്ട് വീഡിയോ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ വീഡിയോ സ്ക്രീം ഒന്ന് തൊടുക. വീഡിയോ സ്ക്രീം തൊടുമ്പോൾ ഇങ്ങനെ ഷെയർ, എഡിറ്റ്, ഡിലീറ്റ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ വരും. അതിലെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻ്റർഫേസ് വരും. ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ സൈഡിൽ നമ്മുടെ വലത്തെ സൈഡിൽ എക്സ്പോർട്ട് ഫ്രെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ വോളിയത്തിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാവും. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബോക്സിൻ്റെ ചിഹ്നം കണ്ട, ആ ബോക്സിൻ്റെ ചിഹ്നം ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെബിലൈസിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കാണിക്കും. നമ്മൾ സ്റ്റെബിലൈസിങ്ങിന് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് സ്ലോവിൽ പിടിക്കുക. എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. നമ്മൾ
പ്രത്യേകിച്ച് വ്ളോഗൊക്കെ എടുക്കുമ്പോൾ. എന്നാലും മാത്രമേ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്താലും നമുക്ക് കുറച്ചും ക്ലാരിറ്റിയിൽ കിട്ടുള്ളൂ. നമ്മൾ വല്ലാത്ത സ്പീഡിലുള്ള ഒരു വീഡിയോ, മൂവ്മെൻറ്റുള്ള വീഡിയോ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്താലും നമുക്ക് വലിയ ഉപകാരമില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റെബിലൈസിങ് കഴിയാറായി. അപ്പോൾ നമ്മൾ ആ മൂവ്മെൻറ്റ് കുറച്ച് സ്പീഡ് കുറച്ചെടുക്കാൻ എപ്പോഴും ശ്രമിക്കുക, കൈയിൻ്റെ മൂവ്മെൻറ്റേ. അത് കഴിഞ്ഞ് നമ്മുടെ അടിയിൽ റൈസിൽ സേവ് എന്ന് കോപ്പി എന്നുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സേവ് കോപ്പി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നെറ്റ് കുറച്ച് സ്പീഡ് കുറവുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് സേവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളത് ഈ സ്റ്റെബിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്തായാലും നമ്മൾ പലരും ചാനൽ നെയിമൊക്കെ നമ്മൾ അതിൽ വീഡിയോസും എഴുതാറുണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രം അതുമ്മേ വീഡിയോമ്മേ ചാനൽ നെയിമോ ഒക്കെ എഴുതാറുണ്ട്. അപ്പോൾ സ്റ്റെബിലൈസിങ് കഴിഞ്ഞ വീഡിയോ ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത്. അത് നല്ലൊരു മാറ്റമില്ലേ, നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, നല്ല മാറ്റമുണ്ട്. ആ പഴയ വീഡിയോയും സ്റ്റെബിലൈസ് ചെയ്യാത്ത വീഡിയോയും സ്റ്റെബിലൈസ് കഴിഞ്ഞ വീഡിയോ നമ്മളൊരു മാറ്റം എനിക്കിപ്പോൾ മനസ്സിലാവും. നല്ല മാറ്റമുണ്ട്, കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റെബിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ അതുമായി ഒരിക്കലും സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് ഒരുപാട് ഒന്നും എഴുതരുത്. സ്റ്റെബിലൈസ് കഴിഞ്ഞാൽ മാത്രം അതും എന്തെങ്കിലും ചാനൽ നെയിമൊക്കെ എഴുതുക കേട്ടോ, അല്ലെങ്കിൽ അത് ജെർക്ക് ചെയ്യും കിടന്നിട്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രമിച്ചു നോക്കുക. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ കാണാൻ പറ്റും. ഞാൻ രണ്ടാമത് പറയാൻ വന്ന കാര്യം, ഇത് ഇൻഷോട്ടിലെ ആ വാട്ടർ മാർക്ക് എങ്ങനെ മാറ്റാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ കൊണ്ടുവരാം. ഇൻഷോട്ടിൽ നിന്ന് നമ്മൾ കാണാം, അതും ഒരു ഇൻഡിവിജ്വലും കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മൊബൈലിലെ ഡാറ്റ ഓഫ് ആക്കിയിടുക. നമ്മൾ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാൻ നമുക്ക് ഡാറ്റയുടെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ഡാറ്റ ഓഫ് ആക്കുക. ഇപ്പോൾ നെറ്റ് ഭയങ്കര സ്ലോ ആട്ടോ, അതിൻ്റെ ചില മാറ്റങ്ങൾ നെറ്റിൻ്റെ ആവശ്യമില്ല. നമ്മളത് ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഇൻഷോട്ടിൽ നിന്ന് കണ്ടണ്ട, ഇൻഷോട്ടിൻ്റെ മുകളിൽ ഒരു ഇൻഡിവിജ്വലുണ്ട്. ആ ഇൻഡിവിജ്വലിനെത്തുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻഡിവിജ്വൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഈ ഇൻഡിവിജ്വലിനെത്തുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ ഫ്രീ റിമൂവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫ്രീ റിമൂവ് ഒന്ന് അമർത്തുക. വേണ്ട, അപ്പോൾ നമ്മുടെ ആ വാട്ടർ മാർക്ക് അതൊന്ന് റിമൂവ് ആയി. ഇത്രയുള്ളൂ. നമ്മുടെ ഡാറ്റ ഞെട്ടി ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആഡ് കാണിക്കും. അത് കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഡാറ്റ ഓഫ് ആക്കിയത്. നമ്മൾ ആ വീഡിയോ സേവ് ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ അതിനെ പറ്റുന്നതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും ഒരിക്കലും മടി കാണിക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ഞാനൊരടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹോം സേഫ്.